ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ട പോലെ തന്നെ ഐക്യു Z9 S സീരീസിന്റെ ആ ഒരു ഈവന്റ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഗൈസ്. 20 മിനിറ്റ് ലൈവ് ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഞാൻ ക്യാമറ ഒക്കെ ഓണാക്കി ഇവിടെ മൈക്കൊക്കെ എടുത്ത് വെച്ചപ്പോൾ മൈക്ക് ചാർജ് ഇല്ല, ഞങ്ങൾ ചാർജ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഇതാ വന്നപ്പോഴത്തേക്കും ലൈവ് തീർന്നു. അങ്ങനെയാണ് 20 മിനിറ്റ് ലൈവ് ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്താ ഈ ഒരു സാധനത്തിന്റെ കുറച്ച് ചെറിയ വീഡിയോ എന്തായാലും ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ അത് കട്ടാവുന്നുണ്ടോ ഇല്ലെന്ന് അറിയാനാണ്. ഈ ലൈറ്റ് ഓഫ് ആയാലേ നമുക്ക് കട്ടായില്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും Z9 S ആ ഒരു ഈവന്റ് കണ്ടു നോക്കാം. എന്തൊക്കെ നമുക്ക് അതിനകത്ത് ഉണ്ട്, നമുക്ക് ക്യാമറ പെർഫോമൻസ് ഒക്കെ അതിനകത്ത് കാണിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്കിത് മേടിക്കണോ വേണ്ടയോ എന്നും കൂടെ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നമുക്ക് അതിന്റെ ക്യാമറ പെർഫോമൻസും ബാക്കി BGMI ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ലൈവിൽ പോയാലോ? അല്ല ലൈവ് അല്ല, ലൈവ് കഴിഞ്ഞ വീഡിയോയിൽ പോയാലോ? IQ Z9 S സീരീസ് ഫുള്ളി ലോഡഡ് ഫോർ മെഗാ ടാസ്കേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ മെഗാ എന്നൊക്കെ വലുതിലൊക്കെ എഴുതിയിരിക്കണം ഗൈസ്. The Z9 series. I'm so thrilled to be here at the much-awaited launch of the Z9S series. അതിൽ ഷൂട്ട് ചെയ്ത് തന്നെയാടാ അത്. കോപ്പിറൈറ്റ് വരുമെന്നൊന്നും അറിഞ്ഞൂടാ ഗൈസ്. മിക്കവാറും വരാനായിരിക്കും ചാൻസ്. അത് മറ്റേ V40 വിവോ V40യുടെ ലുക്ക് ഉണ്ടല്ലേ അപ്പുറത്തിരുന്നത്. ഐക്യു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോണാണ്. അപ്പൊ നമ്മുടെ ഐക്യു Neo 9 Proയുടെ വീഡിയോ ഒന്നും കാണാത്തവർ ജസ്റ്റ് ചാനലിൽ കയറി നോക്കിയാൽ മതി. കിട്ടില്ല വീഡിയോ ഇട്ടിട്ടുണ്ട്. BGMI ടെസ്റ്റ് ആണെങ്കിലും പിന്നെ ക്യാമറ പെർഫോമൻസ് ആണ്. ഗെയിമിങ് തന്നെ ഫസ്റ്റ് കൊണ്ട് കാണിച്ചു കേട്ടാ. സ്നാപ്ഡ്രാഗൺ 7 Gen 3 പൊളിക്കും. ആമസോൺ സ്പെഷ്യൽ, ആമസോണിൽ നിന്നായിരിക്കും കേട്ടാ ഡെലിവറി ഒക്കെ. ഫ്ലിപ്കാർട്ടിൽ കാണുമെന്ന് നോക്കാം. സ്നാപ്ഡ്രാഗൺ ഈസ് പ്രോഡക്റ്റ് ഓഫ് കോഡ്കോം ടെക്നോളജി. 7th Gen 3 is available only in Z9 S Pro. Z9 S Proയിൽ മാത്രമേ 7th Gen 3 അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം Z9ൽ പറഞ്ഞത് MediaTek ആയിരിക്കും കേട്ടാ. നോക്കാം. ഫുള്ള് ഡിസ്പ്ലേ ഭയങ്കര കർവ് കേട്ടോ ഡിസ്പ്ലേ. ഓക്കെ, ശരി, അതൊക്കെ വാങ്ങിച്ചിട്ട് നോക്കാം. ഏതാണെന്ന് നോക്കാം. മറ്റൊരു അമൃതേ, ഹായ്. ഇവിടെ അമൃതേടാ. C7 Proന്റെ ആ ഒരു സക്സസ്ഫുൾ വിജയത്തിന് ശേഷം, സെയിലിന് ശേഷം അതാ അത് ഇറക്കിയാണ് Z9 S സീരീസ്. അമൃത ഇവാര്, ആയുഷ് ഇതാര്, ആയുഷി. Z9 S Pro ഭയങ്കര ലുക്ക് അല്ലേ. IQ 12ന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടേ. 7.49 mm അൾട്രാ സ്ലിം, നല്ല സ്ലിം ആയിരിക്കും എന്തായാലും. ഓ, വീഗൻ ലെതർ ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഓറഞ്ച് പറഞ്ഞ ലക്സ് മാർബിൾ ആണ്, വൈറ്റ് കേട്ടാ. Z സീരീസില് ആദ്യമായിട്ട് വരണ ആ ഒരു ലെതർ ഫിനിഷ് ആണ് കേട്ടാ. ഇത് അൾട്ടിമേറ്റ് പെർഫോമൻസ്. ഒരു ഗെയിമുമായിട്ടൊക്കെ ഭയങ്കര ഇത് ചെയ്യണുണ്ട്, കൊളാബറേറ്റ് ചെയ്യണുണ്ട്. അവന്റെ BGMI ലൈവ് പരിപാടി, ആ പരിപാടിയൊക്കെ കണ്ടില്ലേ നിങ്ങള്? ഇതിപ്പോ വോളിബോൾ കാണണോ ഗൈസ്? അടിച്ചോളല്ലേ? നിങ്ങൾ അടിച്ചോളാ, ഞാൻ ഇപ്പൊ ഇത് കണ്ടോട്ട്. അത്രയൊക്കെ വേണം. ആ സെഗ്മെന്റിൽ ഫാസ്റ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് കുഴപ്പമില്ല. 7 Gen 3 Whatever. But it's like having the reflexes of a pro athlete in your pocket. Absolutely. With an Antutu score over 8 lakh. It's clearly built to 7 Gen 3 8 lakh. fast, responsive. It's not a problem. Always a step ahead. Plus 12 GB of RAM, plus 12 GB of extended RAM. എക്സ്റ്റൻഡഡ് റാം, മറ്റേ V-RAM ആപ്പ് ഇല്ലെന്ന് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലടേ. That is awesome. It feels like it was designed for people like me. Of course, it's for us, the Gen Z only. താഴത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഉത്തരം നൽകിയാൽ നമുക്ക് സമ്മാനം കിട്ടും. Well, there he goes again. നെയിം ദ പ്രൊസസർ ദാറ്റ് മേക്ക്. അയ്യോ പയ്യ. That was no worries. അഖിലിന് പറ്റിയ ഫോണാണ് കേട്ടാ. അഖില് പാവം, അവന് ഗെയിം കളിക്കുമ്പോൾ വിയർക്കും. നീ വിയർത്തിരുന്ന് നീ ട്രിഗർ ചെയ്താലും നിനക്ക് വെടി വയ്ക്കാൻ പറ്റുള്ളയാ. 6.77 ഇഞ്ച്, 1 ബില്യൺ കളർ, SGS, HDR 10+ സപ്പോർട്ട് ഉണ്ട്, 120 Hz, 2160 Hz, PD ഡയമെൻഷൻ. ഓക്കെ, നോർമൽ, കുഴപ്പമില്ല. ദ പ്രോ ഗെയിമർ ആയുഷാണ് ഗൈസ്, ഗെയിമിന്റെ രാജാവ്. ഓ യാത് ഇങ്ങനെ ആട്ടം കണ്ടിട്ട് കാർ റേസിംഗ് ആണെന്നാണ് തോന്നുന്നത്. ആയിഷേ, എങ്ങനെയുണ്ട് കളി? You must be really good at beating that guy, huh? No, actually that guy is a great gamer, but he does
not ഹിന്ദി സീരിയലാണ് പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കാണൂല, പരസ്യമൊക്കെ കാണൂല. Pro. So എടാ ഹിന്ദി സീരിയലാണോ? Oh yes, where the power of the crystal ആഴ്ച പൊളി. sampling rate makes every tap and swipe super responsive. 2000 Hz Fingers are touch sampling rate. the game. Also, the best thing is that even after hours of gaming and multitasking, the phone does not heat up, thanks to the 3000 mm square vapor chamber liquid cooling system. that is literally cool, no pun intended. But how do you manage to keep your cool with all this yelling and this cheering? I can't even function with people yelling. കൂളറൊക്കെ നമ്മൾ എടുത്ത് കളയേണ്ടി വരുമോ? Distractions? No way. എക്സ്റ്റെൻഡഡ് കൂളർ സെറ്റ്. Amazing ഓ IQ TWS കൊണ്ടുവന്നു കേട്ടോ അവന്മാര്. are equipped with top 30 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസൽ. അവൻ ചെവിയിൽ വെച്ചിരുന്നപ്പോഴേ തോന്നിയവന്മാർ ഇതും കൂടെ കൊണ്ടുവരികയാണെന്നുള്ളത്. stay zoned in. ഇതിന്റെ ഇവിടെ ഫ്രീ ആയിട്ട് ഇവിടെ Stuff. Yes, and they also have a super play 42 hours സൂപ്പർ പ്ലേ ബാക്ക്. Wait, can I put some music പക്ഷെ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ എനിക്ക് റിയൽമിയുടെ ബഡ്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ്. നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ഇരിപ്പുണ്ട്, എന്റെ കൂട്ടുകാരനെ സജസ്റ്റ് ചെയ്ത് അവൻ കളിക്കുന്നുണ്ട്, അത് വെച്ച് ഗെയിമൊക്കെ നൈസ് സാധനമാണ്. ഇത് നോക്കാം. മാജിക് കാരനാ 5500 mAh 80 വാട്ട് ഫ്ലാഷ് ചാർജ് ഉണ്ട് കേട്ടോ. 80 വാട്ടൊക്കെ അത്യാവശ്യം നൈസ് ആണ്. 5500 80 വാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ ഫുൾ ചാർജ് 30 to 35 ആ റേഞ്ച് വരും എന്തായാലും. എങ്ങനെയായാലും അതൊക്കെ വരുള്ളൂ. പിന്നെന്താ റെക്കോർഡ് ചെയ്യാൻ IMX 882ന്റെ സെൻസർ ആണ് പറഞ്ഞത്. ആ ഒരു സെൻസർ പറഞ്ഞേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് ആണ് എടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഫോട്ടോസ് നമുക്ക് ഇപ്പൊ നോക്കാം. ഇപ്പൊ ഷൂട്ട് ചെയ്തേക്ക് അതിലാണ് കാണിച്ചതെന്നാണ്, അതിൽ ഷൂട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നുണ്ട് അതിൽ ഷൂട്ട് ചെയ്തതാണെന്നുള്ളത്. നമുക്ക് അതുപോലെ എടുത്തിട്ട് നമുക്ക് നോക്കാം. Guys, what's up? ഔട്ട്ഡോർ ഷൂട്ടാണ് അത് ചെയ്തത്. ഓക്കെ, ഔട്ട്ഡോറിൽ അങ്ങനെ വലിയ ലൈറ്റും കാര്യങ്ങളും വേണ്ട, നാച്ചുറൽ ലൈറ്റ് ആണ് ധാരാളം. ഓക്കെ, മറ്റേ ഒബ്ജക്റ്റ് എറൈസ്, Worries. We have got AI erase features. What this? AI എറൈസ്. ഇത് സിമ്പിൾ. Every memory look its best, no matter where it came from. അത് പൊളിയാണ്. അത്രയും പ്രോപ്പർ ആയിട്ട് അത് എടുക്കുമെന്നുണ്ടെങ്കിൽ അതിന്റെ AI പൊളിയാണ് ഗൈസ്. ഇപ്പോഴത്തെ മിക്ക ഫോണുള്ളതുണ്ട്, മിക്ക ഫോണിലെന്ന് പറഞ്ഞാൽ സാംസങ്ങിലും അതുപോലെ തന്നെ ബാക്കി ഫോണുകളിലൊക്കെ സാധനം ഉണ്ട്. ഐഫോണുള്ളവര് ലൈറ്റ് റൂം പേയ്മെന്റ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ പിക്സാർട്ട് പേയ്മെന്റ് ചെയ്ത് ചെയ്യുക. യാത്രയായി കേട്ടോ 7 Gen 3. അവിടെ ആവശ്യം ഇനി അങ്ങോട്ട് C9 എസിനെ പറ്റി പറയാൻ പോവാണ്. സാധാരണ പ്രോയൊക്കെ രണ്ടാമതാണ്ടേ കാണിക്കണത്, പക്ഷെ പ്രോ ആണ് ഇതിൽ ആദ്യം കാണിച്ചത്. മതി ടപ്പനെ പറഞ്ഞ് തീത്തിട്ട് പോകാനുള്ള പരിപാടി, അവന്മാർക്ക് ഇറങ്ങിയ സെയിലുള്ള പരിപാടിയാണ്. അപ്പൊ ആവശ്യം To the features of Z9S. C9 എസിന്റെ ഫീച്ചേഴ്സ് പറ. Z9S features with 3D കർവ് AMOLED ഡിസ്പ്ലേ 1800 നിറ്റ്സിന്റെ തന്നെയാണ് പറഞ്ഞത്. അല്ല, അതാണ് പറഞ്ഞത്, തന്നെയാണെന്നല്ല, അതാണ് പറഞ്ഞത്. S2H visual processor. ഡയമണ്ട്സിറ്റി 7300. Performance. ഇപ്പൊ സത്യം പറഞ്ഞാൽ മീഡിയ ടെക് ഹീറ്റിംഗ് ഒക്കെ ഇച്ചിരി കുറവുണ്ട്. മറ്റേ CMF-ലൊക്കെ പറഞ്ഞത് നല്ല കുറവുണ്ട്. ഇനി യൗമാരൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ This means ഇതിനകത്ത് കൊടുക്കണതിന്. no limits. Just moving that 5500 mAh തന്നെയാണ് ഇതിനും ബാറ്ററി കൊടുത്തേക്കുന്നത്. big power man. പക്ഷെ 44 വാട്ടിന്റെ ചാർജിങ് സെറ്റപ്പേ ഉള്ളൂ. iq.com-ലോ Amazon.in-ലോ എടുക്കാൻ പറ്റും. ഫ്ലിപ്പിൽ സാധനം ഇല്ലേ എടാ ഇപ്പൊ? പ്രൈസ്, യെസ്, വാട്ട് ഈസ് ദ പ്രൈസ്? iQ Z9S Pro ബേസ് വേരിയന്റ് UFS ഏതാണോ നോക്കണം കേട്ടോ. 25 രൂപ ബേസ്, 26 27,000 രൂപ 8250. ദാറ്റ്സ് എ ബെറ്റർ ചോയ്സ്. 29 രൂപ 12256. അതൊക്കെ കിട്ടില്ല പ്രൈസ് ആണ് പ്രോയ്ക്ക്. Z9S 3000 രൂപ ബാങ്ക് ഓഫർ ഉണ്ട്. Z9 Pro എന്നല്ല കാണിച്ചത്, ഓഫറും പോയിട്ട് പറഞ്ഞത്. അത് നിങ്ങൾ പണയണ്ട, ഓഫർ ഇവിടെ കാർഡില്ലാത്തവന്മാരൊക്കെ എന്തിരിക്കണോ? പിന്നെ ക്രെഡിറ്റ് നമ്മൾ വയ്യോളാം. August 23 വാങ്ങിക്കാൻ പറ്റും കേട്ടോ. Z9S ഇതിന്റെ വിലയാണ് അറിയേണ്ടത്, നോൺ പ്രോ. 3000 രൂപ അതിനും കാർഡ് ഓഫർ ഉണ്ടായി കുഴപ്പമില്ല. 20 രൂപയ്ക്ക് 8256 നോർമൽ, അത് നൈസാണ്. 8256 ഫോർ 20 രൂപയ്ക്ക് ആ സാധനം കൊള്ളാടെ വിലയില്. 29 August 29 ഇത് വരും. TWS 1899 രൂപ. ANC ഉണ്ട്, അത് നോക്കേണ്ടതുണ്ട്. ഏതാണെന്ന് കമന്റ് ചെയ്യുക ഗൈസ്. Z9S വേണോ S Pro വേണോ എന്നുള്ളത് കമന്റ് ചെയ്യുക ഗൈസ്, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി ഇതൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ ശരി, ബൈ.